എൻ്റെ പേര് മേരി രേഷ്മ ജോസഫ്. ഞാനിവിടെ ആലപ്പുഴയിലെ വാടയ്ക്കൽ ദൈവജനമാതാ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് 2022 സെപ്റ്റംബർ 16 തീയതിയാണ്. പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ വിവാഹം 2021 വിവാഹം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പ്രഗ്നൻ്റായി. ആദ്യത്തെ 3 മാസത്തെ സ്കാനിങ്ങിലൊക്കെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. കുഞ്ഞിൻ്റെ വളർച്ചയൊക്കെ നോർമലായിരുന്നു. 5-ാം മാസത്തെ സ്കാൻ ചെയ്തപ്പോൾ എന്തൊക്കെയോ പ്രശ്നം കണ്ടിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞു, ആലപ്പുഴയിൽ ആതിര സ്കാൻ സെൻ്റർ ഉണ്ട്, അവിടെ പോയി ഒരു ഡീറ്റെയിൽഡ് അനോമലി സ്കാൻ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. ഞാനങ്ങനെ അവിടെ ആതിര സ്കാൻ സെൻ്ററിൽ ചെന്നു. അവിടെ ചെന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, നിങ്ങളോടൊന്ന് സംസാരിക്കണം, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്ന് ഞങ്ങളോട് പറഞ്ഞു, കുഞ്ഞിന് 2 ആഴ്ചത്തെ വളർച്ചാക്കുറവുണ്ട്. അതുമല്ല, കുഞ്ഞ് കിടക്കുന്ന ആ ഒരു ഫ്ലൂയിഡ് അത് തീരെ ഇല്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പം നിങ്ങൾ റെഡിയാണെങ്കിൽ വയറ്റിൽ നിന്ന് വെള്ളം കുത്തിയെടുക്കുന്ന ഒരു പരിശോധനയുണ്ട്. അത് ചെയ്യുമ്പോൾ കുഞ്ഞിന് ജനിതകപരമായിട്ട് എന്തെങ്കിലും രോഗമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. അപ്പോൾ അതിന് റെഡിയാണെങ്കിൽ നിങ്ങൾ ചേർത്തലയിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ചേർത്തലയിൽ ചെന്നു. വെള്ളം കുത്തി പരിശോധനയ്ക്ക് അയച്ചു. 1 ആഴ്ചത്തെ താമസം ഉണ്ടായിരുന്നു റിസൾട്ട് വരാൻ. റിസൾട്ട് വന്നപ്പോൾ റിസൾട്ടിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ കൺസൾട്ട് ചെയ്യുന്ന ഗൈനക്കോളജിസ്റ്റിനെ റിസൾട്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത്, നമുക്കൊരു 2 ആഴ്ച ഒന്നുകൂടെ ഒന്ന് നോക്കാം, കുഞ്ഞിന് വളർച്ചയിൽ വല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ എന്ന് നോക്കാം, നോക്കിയിട്ട് നമുക്ക് വേണ്ടതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ മുമ്പുണ്ടായിരുന്ന 2 ആഴ്ചത്തെ വളർച്ചക്കുറവെന്ന് പറയുന്നത് 3.5 ആഴ്ചയോളം വളർച്ചക്കുറവെന്ന് പറഞ്ഞ് റിസൾട്ട് വന്നു. അതുമല്ല, മുമ്പുണ്ടായിരുന്നതിനെക്കാട്ടിലും ഫ്ലൂയിഡ് തീരെ കുറയുകയും ചെയ്തു. അപ്പോൾ അത് കാരണം ഈ പ്രഗ്നൻസിയുമായിട്ട് മുന്നോട്ട് പോകുന്നത് നല്ലതല്ല. ഞങ്ങൾ ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറയുന്നതെല്ലാം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് പ്രഗ്നൻസിയുമായിട്ട് മുന്നോട്ട് പോകണ്ട, കുഞ്ഞിനെ അബോർഷൻ ചെയ്ത് കളയുന്നതാണ് നല്ലത്. ചിലപ്പോൾ മുന്നോട്ട് പോയാൽ അമ്മയ്ക്കും കുഞ്ഞിനും ഒരേപോലെ ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാകും. അതുമല്ല, ജനിക്കുന്ന കുഞ്ഞിന് ഇനി വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ജീവിതകാലം മുഴുവൻ അത് ചിലപ്പോൾ സഫർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് അബോർഷൻ ചെയ്ത് കളയുന്നതാണ് നല്ലത്. വീട്ടിൽ പോയി തീരുമാനിച്ചിട്ട് റെഡിയാണെങ്കിൽ പിറ്റേ ദിവസം തന്നെ ഹോസ്പിറ്റലിലേക്ക് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഭയങ്കര നിരാശയോടെ ഞങ്ങൾ എന്തായാലും അബോർഷൻ ചെയ്യാമെന്ന് തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ അഡ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അമ്മ അപ്പോൾ പറഞ്ഞത്, അബോർഷൻ ചെയ്യണ്ട എന്നാണ് ഡോക്ടർ പറയുന്നതെങ്കിൽ കൃപാസനത്തിൽ വന്ന് എൻ്റെ മോളെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചോളാം എന്ന് പറഞ്ഞു. തലേ ദിവസം വരെ ഞങ്ങൾക്ക് നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരുന്ന ഡോക്ടർ അന്ന് വന്നിട്ട് ഞങ്ങളോട് പറയുന്നത്, അബോർഷൻ ചെയ്യണ്ട, നമുക്ക് ഈ പ്രഗ്നൻസിയുമായിട്ട് മുന്നോട്ട് പോകാം, ഞാൻ വേണ്ട സപ്പോർട്ടൊക്കെ തരാം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ ഞാനിവിടെ എത്തി ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ഡെയിലി ഉടമ്പടി തൈലം എൻ്റെ വയറിൽ കുരിശടയാളം വരച്ച് ഞാൻ പ്രാർത്ഥിക്കും. രാവിലെയും വൈകിട്ടും പ്രാർത്ഥന ചൊല്ലും. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ സാക്ഷ്യമൊക്കെ കേൾക്കുമ്പോൾ ഞാൻ കരുതുന്നത്, ഉടമ്പടി എടുത്തതല്ലേ, അതുകൊണ്ട് ഇനിയിപ്പോൾ എനിക്ക് ഉടനെ തന്നെ അത്ഭുതം സംഭവിക്കും, അടുത്ത സ്കാനിങ്ങിൽ കുഞ്ഞിന് നല്ല വളർച്ച ഉണ്ടായിരിക്കും എന്നൊക്കെ കരുതി അങ്ങനെ പ്രതീക്ഷയോടെ ഓരോ സ്കാൻ ചെയ്യുമ്പോഴും കുഞ്ഞിന് കാര്യമായിട്ടുള്ള യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഓരോ തവണയും നിരാശയാണ്. പിന്നെ ഉടമ്പടി പ്രാർത്ഥിക്കുന്ന സമയത്താണെങ്കിലും ഞാൻ ആലോചിക്കും, ഇതെന്താണ് എനിക്ക് ഇങ്ങനെ വരുന്നത്, ബാക്കിയുള്ളവർക്കൊക്കെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നു, എനിക്ക് റിസൾട്ടൊന്നും വരുന്നില്ല, എൻ്റെ കുഞ്ഞിനാണെന്നുണ്ടെങ്കിൽ യാതൊരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ ശരിക്കും ഉടമ്പടി പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ഞാൻ നിരാശപ്പെടുമായിരുന്നു. പക്ഷെ ഞാൻ മാതാവിനോട് ഉടമ്പടി തുടങ്ങിയ സമയത്തൊട്ട് മാതാവിനോട് ഞാൻ പറഞ്ഞിരുന്നത്, മാതാവേ, എന്ത് പ്രശ്നം ഉണ്ടായാലും എനിക്ക് കിട്ടുന്ന കുഞ്ഞിനെ എനിക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ കിട്ടണം, അത്ര മാത്രമേ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നുള്ളൂ. അങ്ങനെ ലാസ്റ്റ് ഡിസംബറിൽ എന്നോട് ഡോക്ടർ അഡ്മിറ്റാകാനായിട്ട് പറഞ്ഞു. അവിടെ അഡ്മിറ്റായി ഉള്ളു പരിശോധിച്ചായിരുന്നു. ഉള്ളു പരിശോധനയിൽ എനിക്ക് പെട്ടെന്ന് ബ്ലീഡിങ് ഉണ്ടായി. അന്ന് ഉള്ളു പരിശോധിച്ച ഡോക്ടർമാരൊക്കെ എന്നോട് പറഞ്ഞത്,
തനിക്ക് നോർമൽ ഡെലിവറിക്ക് യാതൊരു ചാൻസും ഇല്ല, കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്ത് നമുക്ക് എടുക്കാം, അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാതാവിനോട്, അപ്പോഴും എൻ്റെ കയ്യിൽ മാതാവിൻ്റെ ലോക്കറ്റും ഉടമ്പടി തൈലമൊക്കെ മാത്രമേ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ഞാനങ്ങനെ മാതാവിനോട് ലോക്കറ്റ് എൻ്റെ ഡ്രസ്സിൻ്റെ ഉള്ളിൽ ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ലേബർ റൂമിൽ കയറുന്ന സമയത്ത് ശരീരത്ത് ആഭരണങ്ങളൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഡോക്ടർമാർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലോക്കറ്റ്, മാതാവിൻ്റെ കൃപാസനത്തിലെ ലോക്കറ്റ് ഞാൻ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോ തവണ ഞാനിങ്ങനെ ആ ലോക്കറ്റ് തൊട്ട് പ്രാർത്ഥിക്കും, കുഞ്ഞിന് പ്രശ്നമൊന്നും ഉണ്ടാകരുത്. നോർമൽ ഡെലിവറിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, പക്ഷേ എന്ത് തന്നെ ആയാലും, സിസേറിയൻ ആയാലും നോർമൽ ഡെലിവറി ആയാലും എനിക്ക് കുഞ്ഞിനെ ആരോഗ്യത്തോടെ കിട്ടണം, അത്രേ പറഞ്ഞുള്ളായിരുന്നു. പക്ഷേ ഡിസംബർ 31-ാം തീയതി നോർമൽ ഡെലിവറി തന്ന് അമ്മ എന്നെ സഹായിച്ചു. അതുപോലെ എനിക്ക് ലഭിച്ച കുഞ്ഞ് പൂർണ്ണ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെയാണ് മാതാവ് എനിക്ക് തന്നത്. അതിന് മാതാവിനും ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. എൻ്റെ പ്രസവമൊക്കെ കഴിഞ്ഞ് ഞാനിവിടെ ബെഡിൽ കിടക്കുന്ന സമയത്ത് എന്നെ നോക്കിയിരുന്ന ഡോക്ടർ വന്നിട്ട് പറഞ്ഞത്, താൻ പ്രസവിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയിരുന്നില്ല, ഓപ്പറേഷന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇരിക്കുമായിരുന്നു, എന്തായാലും ദൈവം സഹായിച്ചു എന്നാണ് അന്ന് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പിന്നെ എൻ്റെ രണ്ടാമത്തെ നിയോഗം എന്ന് പറയുന്നത്, എൻ്റെ സഹോദരന് വിദേശത്തൊരു ജോലി ലഭിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. കൃപാസനത്തിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചത് മൂലം എൻ്റെ അനിയന് അബുദാബിയിൽ നല്ലൊരു കമ്പനിയിൽ ജോലി ലഭിക്കുകയും ചെയ്തു. ദൈവത്തിനും പരിശുദ്ധമ്മയ്ക്ക് 1000 നന്ദി. സങ്കീർത്തനങ്ങൾ 127:3 കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. മേരി രേഷ്മ എന്ന ഈ മകൾ ഗർഭിണിയായിരുന്ന നാളുകളിലെ പ്രതിസന്ധികളെയും അമ്മ മാതാവ് അനുഗ്രഹിച്ചു നൽകിയ കുഞ്ഞിൻ്റെ സാക്ഷ്യവുമാണ് ഈ എഴുത്താരയിൽ പങ്കുവയ്ക്കുന്നത്. മകൾ പറയുന്നുണ്ട്, ആശുപത്രിയിൽ അബോർഷന് വേണ്ടി തീരുമാനമെടുത്ത് ചെല്ലുമ്പോഴാണ് മകളുടെ അമ്മ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്, ഈ കുഞ്ഞിനെ അബോർഷൻ ചെയ്യണ്ട എന്ന് ഡോക്ടർ പറഞ്ഞാൽ ഉടമ്പടി എടുത്ത് മകളെ സാക്ഷിയാക്കുമെന്ന്. വളരെ ഗൗരവമുള്ള ഒരു തെറ്റ് സാധാരണ പോലെ നമ്മുടെ ഇടയിലേക്കൊക്കെ പടരുന്നു എന്നതിൻ്റെ ഒരു സൂചന ഈ വാക്കുകളിലുണ്ട്. ചെറിയ കാര്യങ്ങൾക്ക്, നിസ്സാര വിഷയങ്ങൾക്ക് അബോർഷനിലേക്ക് ദമ്പതികൾ പോകുന്നത് അപകടകരമായ ഒരു സാഹചര്യമാണ്. പക്ഷേ മണ്ണിൽ വീഴുന്ന ഓരോ രക്തത്തുള്ളിയും ദൈവസന്നിധിയിൽ വലിയ നിലവിളിയായി മാറുന്നുണ്ട്. ആ നിലവിളിക്ക് നമ്മൾ ഉത്തരം കൊടുക്കേണ്ടി വരും. മകളുടെ ആ പ്രഗ്നൻസിയുടെ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഉടമ്പടി എടുത്ത് ജീവിച്ചു തുടങ്ങുന്ന ഓരോ നിമിഷവും അമ്മ മാതാവ് സവിശേഷമാവിധം സംരക്ഷിച്ചിരുന്നു. ഒരു ദിവസം കൊണ്ട് എല്ലാം ശരിയായി എന്നല്ല മകൾ പറയുന്നത്. ഉടമ്പടിയിൽ ആഴപ്പെടുകയും സ്നേഹത്തോടെ ഉടമ്പടിയുടെ ഓരോ കാര്യങ്ങൾ പാലിച്ച് ജീവിതത്തെ മുന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ ക്രമാനുഗതമായി ഓരോ കാര്യങ്ങളെയും മാതാവ് ആരോഗ്യത്തോടെ സമാധാനത്തോടെ മകൾക്ക് പ്രതീക്ഷയ്ക്ക് വക കൊടുക്കും വിധം ക്രമീകരിച്ചു കൊണ്ടിരുന്നു. മകൾ പറയുന്നുണ്ട്, ഉള്ളുപരിശോധന നാളുകളിൽ പോലും മകളോട് പറയുന്നത് ഒരു സിസേറിയന് തയ്യാറാവാനാണ്. എന്നാൽ മകൾ ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്നു, ആരോഗ്യമുള്ള കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്നു, പ്രസവത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. അത് അമ്മ മാതാവ് അവസാന നിമിഷങ്ങളിൽ മകൾ പറയുന്നു, അത് തൈലം പൂശി പ്രാർത്ഥിക്കുകയും ഉടമ്പടി കാശുരൂപം എൻ്റെ ദേഹത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ആ ലേബർ പെയിൻ്റെ നിമിഷങ്ങളിലും അമ്മ മാതാവിനെ മാത്രം വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. എനിക്ക് ഡോക്ടർമാർ പോലും വിശ്വസിക്കാതിരുന്ന വിധം എനിക്ക് സാധാരണ പ്രസവം നൽകിക്കൊണ്ട് ആരോഗ്യമുള്ള കുഞ്ഞിനെ നൽകിക്കൊണ്ട് എൻ്റെ അമ്മ മാതാവ് എന്നെ സഹായിച്ചുവെന്ന്. പ്രിയമുള്ളവരെ, ഉദരത്തിൽ ഉരുവാകുന്ന ഓരോ കുഞ്ഞിനെക്കുറിച്ചും സന്തോഷം, സ്നേഹം, അഭിമാനമുണ്ടാവണം. ദൈവത്തിൻ്റെ ലോകത്തിലുള്ള ഇടപെടലാണ് ഓരോ കുഞ്ഞുമെന്ന് നമ്മൾ തിരിച്ചറിയണം. ആദരവോടുകൂടി കുഞ്ഞുങ്ങളെ സ്വീകരിക്കുവാൻ, സന്തോഷത്തോടു കൂടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുവാൻ, ഉദരത്തിൽ ഉരുവാകുന്ന ഒരു കുഞ്ഞിനെ പോലും നശിപ്പിക്കില്ല, ബോധപൂർവം അറിഞ്ഞുകൊണ്ട് ദമ്പതികൾ നശിപ്പിക്കില്ലെന്ന് തീരുമാനമെടുക്കുവാൻ ഈ കാലത്ത് നമുക്ക് സാധിക്കണം. നമ്മൾ എത്ര കണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിതങ്ങളെ സമർപ്പിക്കുന്നുവോ, ഉദരഫലം അനുഗ്രഹീതമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, നമ്മുടെ കഴിവോ നമ്മുടെ സമ്പത്തോ നമ്മുടെ അധ്വാനമോ ജോലിയോ ഒന്നുമല്ല, ദൈവം തന്നെയാണ് ഓരോ മകനെയും മകളെയും ഈ ലോകത്തിൽ വളർത്തുന്നതും ഉയർത്തുന്നതും അനുഗ്രഹമായി നമുക്ക് നൽകുന്നതും. പലതും നമ്മുടെ കഴിവ് കൊണ്ടൊന്നുമല്ല
നമ്മുടെ മക്കൾ ഇന്നായിരിക്കുന്ന ഇടങ്ങൾ വരേക്ക് എത്തിച്ചേരുന്നത് ദൈവത്തിൻ്റെ കരുണയും കൃപയും കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് എപ്പോഴും ഓർക്കണം, തമ്പുരാൻ ഉദരത്തിൽ ഉരുവാക്കുന്നതിനെ എന്ത് വില കൊടുത്തും ഞാൻ സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമെന്ന്. അതോടൊപ്പം 2 കാര്യങ്ങൾ അതിനകത്ത് ഒന്ന് ശ്രദ്ധ വെക്കണം. ഇന്ന കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന രീതികളെയും ഒന്ന് ഉപേക്ഷിക്കണം. ഓരോ കുഞ്ഞും ദൈവത്തിൻ്റെതാണ്, ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ. രണ്ടാമത്തത്, കുഞ്ഞിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ദൈവം അതിനെ പരിപാലിക്കുവാൻ ശക്തിയുള്ള കരങ്ങളിലാണ് എപ്പോഴും ഏൽപ്പിക്കാറുള്ളത്. അതുകൊണ്ട് കരങ്ങളിലേക്ക് പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞിനെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് സ്നേഹിക്കുവാൻ മാതാപിതാക്കൾ തയ്യാറാകുമ്പോൾ അത് കുടുംബത്തിന് മേലുള്ള ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളപ്പെടുത്തലായി എന്നും മാറിക്കൊണ്ടിരിക്കും. നമ്മളെപ്പോഴൊക്കെ എന്തെങ്കിലും കുറവുള്ള മക്കളെ നോക്കി ഹൃദയം കൊണ്ട് ദൈവത്തോട് കലഹിക്കുന്നവരാകുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം തടസ്സപ്പെടുന്നതും വൈകുന്നതും കാണുകയും ചെയ്യും. അതുകൊണ്ട് ദൈവം ഒരു പൈതലിനെ നമ്മുടെ കുടുംബത്തിലേക്ക് ഏൽപ്പിച്ചു തരുന്നുവെങ്കിൽ സന്തോഷത്തോടെ നമുക്കതിനെ സ്വീകരിക്കണം. ദൈവനാമത്തെ മഹത്വപ്പെടുത്തി അതിനെ വളർത്തണം. ദൈവം ഓരോ കുഞ്ഞിലൂടെയും ലോകത്തിൽ വലിയ കാര്യങ്ങൾ മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മളിലൂടെ നിർവഹിക്കുന്നുണ്ട്. നിർവഹിക്കുവാൻ ദൈവം പദ്ധതിയിടുമ്പോൾ നമ്മളായി ആ പദ്ധതിക്ക് എതിര് നിൽക്കരുത്. അങ്ങനെയുള്ള ഏതെങ്കിലും ചിന്തകളോ ഏതെങ്കിലും സ്വാധീനങ്ങളോ നമ്മുടെ മേൽ വരുമ്പോൾ ശക്തമായി അമ്മ മാതാവിനെ കൂട്ടുപിടിച്ച് ഈശോയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് തീരുമാനമെടുക്കണം. തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ മകൾക്ക് ലഭിച്ച ഈ നല്ല പൈതലിനെ ഓർത്ത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.